ഹായ് നമസ്കാരം. ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടും കൂടുതൽ സ്പീഡായിട്ടും എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ടെക്നിക്കൽ ബേസിക് പറയണം. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ ഓരോ വെബ്സൈറ്റിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. ഉദാഹരണം google.com, yahoo.com ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിള് അല്ലെങ്കിൽ യാഹു ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ google.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ കിട്ടുന്നത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് യഥാർത്ഥത്തിൽ അതല്ല, ഒരു IP അഡ്രസ് ആണ്. ഈ IP അഡ്രസ്സിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് DNS എന്ന് പറയുന്ന ഒരു സർവീസാണ്, ഡൊമൈൻ നെയിം സർവീസ്. നമ്മുടെ ട്രാഫിക് എല്ലാം ആ DNS-ലൂടെ പോയിട്ടാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന DNS സെർവറുകൾ ചിലപ്പോൾ നമ്മുടെ ക്വറീസ്, അതായത് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു, എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, ഏതൊക്കെ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നു, ഏതൊക്കെ ഇന്റർനെറ്റ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവർ ലോഗ് ചെയ്തേക്കാം. ലോഗ് ചെയ്യൽ മാത്രമല്ല, അവർ അത്തരം കാര്യങ്ങൾ പരസ്യ കമ്പനികൾക്ക് വേണ്ടി മറിച്ച് വിൽക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്ന നിരവധി DNS-കളുണ്ട്. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ DNS ആണ് ഉപയോഗിക്കുന്നത്. ചില ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ ഗൂഗിളിന്റെ DNS ഒക്കെ തന്നെയായിരിക്കും നമുക്ക് തരുന്നത്. മറ്റുള്ളവർ അവരുടെ സ്വന്തം DNS ആയിരിക്കും തരുന്നത്. സർവീസ് പ്രൊവൈഡർമാരുടെ DNS സെർവറുകൾക്ക് ചിലപ്പോൾ കൂടുതൽ ട്രാഫിക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ DNS ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇന്റർനെറ്റ് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സെർവറുകളിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ലോഗിങ് പ്രോസസ്സ് അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടി മറച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നേക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു തേർഡ് പാർട്ടി DNS ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും തേർഡ് പാർട്ടി DNS അല്ല, നമുക്ക് വിശ്വസ്തയോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തേർഡ് പാർട്ടി DNS. അപ്പോൾ അത്തരം ഒന്നിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 1.1.1.1 എന്ന DNS അഡ്രസ്. അത് ക്ലൗഡ്ഫെയറിന്റെ ഫ്രീ DNS ആണ്. അതിനകത്ത് ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ലോകത്തിന്റെ നിരവധി ഭാഗങ്ങളിലായിട്ടാണ് ഇവരുടെ സെർവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലേക്കും വരുന്ന ക്വറീസ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള DNS സെർവർ വഴിയായിരിക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നത്. അതുപോലെ US-ലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ അവിടെയുള്ള DNS സെർവർ വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഇതിലൊരു ലാഗ് വരില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് നേരത്തെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ DNS സെർവർ മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ക്ലൗഡ്ഫെയറിന്റെ ഒരു മൊബൈൽ ആപ്പ് ലഭ്യമാണ്. ആപ്പിളിലും ആൻഡ്രോയിഡിലും ഇത് കിട്ടും. വാർപ്പ് എന്നാണ് ഇതിന്റെ പേര്. 1.1.1.1 എന്ന DNS സെറ്റ് ചെയ്യുക മാത്രമല്ല, ഇവരുടെ വാർപ്പ് എന്ന ഒരു പ്രത്യേക സർവീസ് കൂടിയുണ്ട്. ഈ സർവീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാഫിക് എല്ലാം പോകുന്നത് അവരുടെ തന്നെ ഒരു പ്രത്യേക ഇന്റർനെറ്റ് ബാക്ക് ബോൺ വഴിയായിരിക്കും. അതുകൊണ്ട് സാധാരണ ഇന്റർനെറ്റ് ട്രാഫിക്കുമായിട്ട് ഇന്റർഫെയർ ആവാതെ ഇത് നല്ല സ്പീഡിൽ തന്നെ, സാധാരണ ഇന്റർനെറ്റ് നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം സ്പീഡിൽ നമുക്ക് ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ട്രാഫിക് നമ്മുടെ ISPക്കോ അതായത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെക്യൂർ ആൻഡ് പ്രൈവറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഐഫോണിൽ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. 1.1.1.1 ഫാസ്റ്റർ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക. തുടർന്ന് ഇൻസ്റ്റാൾ VPN പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ഒരു VPN പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യണം. നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് കൊടുക്കേണ്ടി വരും. അത് കൊടുത്ത് VPN പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്യുകയോ അലോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം വാർപ്പ് എന്ന് പറയുന്ന ഈ ആപ്പ് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ വാർപ്പ് സർവീസിലേക്കും അതുപോലെ തന്നെ ഈ DNS-ലേക്കും ക്ലൗഡ്ഫെയർ DNS-ലേക്കുമാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ DNS ഇപ്പോൾ 1.1.1.1 എന്ന DNS-ലേക്ക് മാറും. ഇനി വാർപ്പ് പ്ലസ് എന്ന് പറയുന്ന സർവീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസം 69 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 1 GB വാർപ്പ് പ്ലസ് ഡാറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അത് വേണമെന്ന് നിർബന്ധമില്ല. 1.1.1.1 എന്ന DNS സർവീസ് മാത്രമായോ അല്ലെങ്കിൽ വിത്ത് വാർപ്പ് സർവീസും കൂടിയോ നമുക്ക് ഉപയോഗിക്കാം. ഇത് സൗജന്യമാണ്. വാർപ്പ് പ്ലസ് മാത്രമാണ് ഒരു പെയ്ഡ് സർവീസ് ആയിട്ടുള്ളത്. വാർപ്പ് പ്ലസ് കുറച്ചുകൂടി വേഗതയും സെക്യൂറും ആയിരിക്കും എന്നുള്ള വ്യത്യാസമുണ്ട്. ഇനി ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇൻസ്റ്റാൾ ചെയ്ത വാർപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് വാർപ്പിൻ്റെ കണക്ഷൻ സ്ക്രീനിലേക്കാണ് എത്തിയിരിക്കുന്നത്.
കണക്ട് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഇൻസ്റ്റാൾ VPN പ്രൊഫൈൽ എന്ന ഓപ്ഷൻ വരുന്നത്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് VPN പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വാർപ്പ് കണക്ട് ചെയ്യുക. ഇവിടെയും ഇതുപോലെ തന്നെ വാർപ്പ് സർവീസ് ഇല്ലാതെ DNS സർവീസ് മാത്രമായോ അല്ലെങ്കിൽ പേ ചെയ്തുകൊണ്ട് വാർപ്പ് പ്ലസ് സർവീസും നമുക്ക് ഉപയോഗിക്കാം. വാർപ്പ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ഒരു VPNലേക്ക് കണക്ട് ആവുന്നുണ്ട്. VPN എന്നത് കണ്ട് പേടിക്കേണ്ട. ഇത് നിങ്ങൾ സാധാരണ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു VPN അല്ല. വാർപ്പ് കണക്ട് ചെയ്തതിന് ശേഷവും അല്ലാതെയുമുള്ള ഇന്റർനെറ്റ് വേഗതയുടെ വ്യത്യാസം നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കിയാൽ മതി. കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൽ ഇന്റർനെറ്റിൻ്റെ സ്പീഡ് മാത്രമല്ല ഇതിലെ പ്രധാന ഘടകം. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അതിൻ്റെ കൂടെ തന്നെ വേഗതയേറിയ ഇന്റർനെറ്റും കൂടെ ലഭ്യമാവും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. അടുത്തൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.